നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് കോൺഗ്രസിൽ അന്തിമ തീരുമാനമാകുന്നു. കെ സുധാകരൻ എംപിക്ക് കണ്ണൂരിൽ സീറ്റില്ലെന്നാണ് സൂചന. പകരം ടി.ഒ. മോഹനന്റെ പേര് പരിഗണനയിൽ. എംപിമാർക്കാർക്കും സീറ്റ് നൽകേണ്ടെന്ന് മാരത്തോൺ ചർച്ചയ്ക്കൊടുവിൽ കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുത്തതായി വിവരം. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും. അതേസമയം നിലപാട് വ്യക്തമാക്കാൻ കെ സുധാകരൻ ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണും. സുധാകരൻ സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു എന്ന വളരെ സുപ്രധാനമായ വാർത്ത കൂടി ഈ ഘട്ടത്തിൽ വരികയാണ്. ആർ രാജീവും എസ് നന്ദഗോപനും വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം രാജീവിലേക്ക് പോവുകയാണ്. രാജീവ്, കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നിലനിൽക്കുന്ന തർക്കം അത് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇന്ന് ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് പറയുമ്പോൾ തന്നെ സുധാകരൻ സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് കോൺഗ്രസിനെ സംസ്ഥാനത്തൊട്ടാകെ പ്രതിരോധത്തിലാക്കാൻ നീങ്ങുന്നു എന്ന ആ സൂചന കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. ഗൗതം, തീർച്ചയായും കടുത്ത നിലപാടുകളിലേക്കും നടപടികളിലേക്കും കെ സുധാകരൻ പോകുന്നു എന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസമൊക്കെ പങ്കുവച്ച പൊതുവായൊരു വികാരം എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെ തുടർച്ചയായി അപമാനിക്കുകയാണ്. ആദ്യം KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മുന്നറിയിപ്പില്ലാതെ മാറ്റി അപമാനിച്ചു. അതിനുശേഷം സ്ഥാനാർത്ഥിയാക്കാമെന്ന് വാക്ക് നൽകിയതിനു ശേഷം ഇപ്പോഴും ഈ അപമാനം തുടരുകയാണ്. ഇത് സഹിച്ച് തുടരാൻ തനിക്ക് കഴിയില്ല എന്ന നേതൃത്വത്തോട് കെ സുധാകരൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഒന്നുകിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കണം, അല്ലെങ്കിൽ പാർട്ടി വിടും എന്നുള്ള സൂചനകൾ തന്നെയാണ് നിലവിലിപ്പോൾ കെ സുധാകരൻ നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുനയ നീക്കം കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിലും ഇതിനോടൊന്നും അനുകൂലമായി കെ സുധാകരൻ പ്രതികരിച്ചിട്ടില്ല. യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും താൻ തയ്യാറല്ല എന്ന് തന്നെയാണ് കെ സുധാകരൻ പറയുന്നത്. കാരണം അത്രമേൽ അപമാനിക്കപ്പെട്ട രീതിയിലേക്ക് കെ സുധാകരൻ എത്തിയിരിക്കുന്നു. കാരണം നേരത്തെ, അതായത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തുമ്പോഴാണ് കെ സുധാകരനെ KPCC അധ്യക്ഷനായി തെരഞ്ഞെടുക്കുന്നത്. ഇതിനുശേഷം മുന്നറിയിപ്പില്ലാതെ കെ സുധാകരനെ മാറ്റുന്നു. സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷനാക്കി കൊണ്ടുവരുന്നു. ആ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി നേരിട്ടാണ് പറഞ്ഞത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ മത്സരിക്കണം, ആ രീതിയിൽ സീറ്റ് നൽകും എന്ന ഉറപ്പ് കേന്ദ്ര നേതൃത്വം നൽകിയിരുന്നു. എന്നാൽ ഇത് പാലിക്കപ്പെട്ടില്ല. മാത്രമല്ല, പിന്നീട് ഇങ്ങോട്ടും കേരളത്തിലേക്ക് കേന്ദ്ര നേതാക്കൾ എത്തുമ്പോൾ അവരും ഉറപ്പ് നൽകിയിരുന്നു കെ സുധാകരൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തുടരുന്നതാണ് നല്ലത്, നിയമസഭയിലേക്ക് മത്സരിക്കണം, കണ്ണൂരിൽ നിന്ന് മത്സരിക്കണം എന്നതുൾപ്പെടെയുള്ള ഉറപ്പ് കേന്ദ്ര നേതൃത്വം നൽകിയെങ്കിലും അതൊന്നും പാലിക്കപ്പെട്ടില്ല എന്നാണ് കെ സുധാകരൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. 2 തവണയായി തുടർച്ചയായി തനിക്ക് അപമാനം നേരിടേണ്ടി വന്നിരിക്കുന്നു. കേരളത്തിൽ ഇന്ന് കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാവാണ് താൻ. മാത്രമല്ല, കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിനെ വളർത്തി വലുതാക്കിയതിൽ വ്യക്തമായ പങ്കുള്ള നേതാവാണ്. ആ നേതാവെന്ന രീതിയിൽ ഒരു പരിഗണനയും തനിക്ക് ലഭിച്ചില്ല എന്നാണ് കെ സുധാകരൻ്റെ വികാരം. ആ വികാരം കൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഒന്നുകിൽ സ്വതന്ത്രനായി മത്സരിക്കും, അതിനാവശ്യമായ നടപടികളിലേക്ക് പോകും എന്ന് തന്നെയാണ് കെ സുധാകരൻ വ്യക്തമാക്കുന്നത്. ഇതനുസരിച്ചുള്ള സൂചനകൾ കെ സുധാകരൻ കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിരുന്നു. ആദ്യം രമേശ് ചെന്നിത്തല കെ സുധാകരനെ അനുനയിപ്പിക്കാനായി എത്തിയെങ്കിലും അദ്ദേഹം യാതൊരു തരത്തിലുള്ള അനുകൂലമായ സൂചനകൾ നൽകിയില്ല. തുടർന്നാണ് കഴിഞ്ഞ ദിവസം രാത്രി KC വേണുഗോപാൽ നേരിട്ടെത്തി കെ സുധാകരനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചത്. അതിനോടും അനുകൂലമായല്ല കെ സുധാകരൻ പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസ് സീറ്റ് നൽകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ 12 മണിക്ക് മാധ്യമങ്ങളെ കാണുന്ന കെ സുധാകരൻ തൻ്റെ നിലപാട് പ്രഖ്യാപിക്കും. കഴിഞ്ഞ ദിവസം തന്നെ കെ സുധാകരൻ മാധ്യമങ്ങളെ കാണാനിരുന്നതാണ്. ആ സമയത്താണ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം നേരിട്ട് ഇടപെടുകയും കെ സുധാകരൻ്റെ ആവശ്യം പരിഗണിക്കാമെന്ന് അറിയിക്കുകയും ചെയ്തത്. ഇതിനുശേഷം രാത്രിയോടെ കടുത്ത നിലപാടിലേക്ക് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം എത്തുകയായിരുന്നു. എംപിമാർ മത്സരിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. മാത്രമല്ല, ചെറിയൊരു ഇളവ് കെ സുധാകരൻ്റെ കാര്യത്തിൽ നൽകണമെന്ന ആവശ്യം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വന്നപ്പോൾ അതിനോട് ശക്തമായ എതിർപ്പാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുന്നോട്ട് വെച്ചത്. യാതൊരു കാരണവശാലും എംപിമാർക്ക് സീറ്റ് നൽകാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് VD സതീശൻ എത്തി. അത് കെ സുധാകരൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും VD സതീശൻ തുടക്കം മുതൽ തന്നെ എതിർപ്പ് അറിയിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുതന്നെയാണ് കെ സുധാകരൻ നിലവിൽ ചൂണ്ടിക്കാണിക്കുന്നത്. തുടർച്ചയായുള്ള അപമാനം അത് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ ഉണ്ടാകുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടുകളോട് കേന്ദ്ര നേതൃത്വം യോജിക്കുന്നു. കേന്ദ്ര നേതൃത്വം കൃത്യമായ പിന്തുണ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നൽകുമ്പോഴും തനിക്ക് ആ പിന്തുണ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് തുടർച്ചയായി തന്നെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ അവഗണനയെ തുടർന്ന് കോൺഗ്രസിൽ തുടർന്നു പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് നിലവിലിപ്പോൾ കെ സുധാകരൻ വ്യക്തമാക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള നടപടികളിലേക്ക് കെ സുധാകരൻ കടക്കുമ്പോൾ കോൺഗ്രസ് കടുത്ത പ്രതിരോധത്തിലേക്കും പ്രതിസന്ധിയിലേക്കും നീങ്ങുന്നു എന്ന കാര്യത്തിൽ
ഒരു എസ് സംശയവുമില്ല. ഇനി രാജീവ്, 19 കോൺഗ്രസിനെ ദിവസം സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ മുഖമാണ് കെ സുധാകരൻ. മുൻ KPCC അധ്യക്ഷനാണ്. കണ്ണൂർ പോലെ ഒരു ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തിനെതിരെ അടിച്ചു നിന്ന് കോൺഗ്രസ് പാർട്ടിയെ വളർത്തിയ ഒരു വ്യക്തിയാണ് കെ സുധാകരൻ എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയുള്ള സുധാകരൻ ഈ സുപ്രധാനമായ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ പാർട്ടിയോട് ഗുഡ് ബൈ പറയുകയാണെങ്കിൽ അത് കോൺഗ്രസിനെ കേവലം കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല മറിച്ച് കേരളത്തിലൊട്ടാകെ അത് വലിയ ക്ഷീണം ചെയ്യും UDF-നും കോൺഗ്രസിനും എന്ന കാര്യത്തിൽ സംശയമില്ല. ആർ രാജീവാണ് തിരുവനന്തപുരത്ത് നിന്നും ചേർത്ത